നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ UDF-ന്റെ വമ്പിച്ച പടയോട്ടം. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും ജനം നൽകിയ പ്രഹരമായി വോട്ടെണ്ണൽ ഫലങ്ങൾ മാറുന്നു. CPM-ന്റെ ഉരുക്കുകോട്ടകൾ ഒന്നൊന്നായി നിലംപൊത്തുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമാകുന്നത്. അപ്രതീക്ഷിതമായി വീശിയടിച്ച UDF തരംഗത്തിൽ LDF സംവിധാനങ്ങൾ പാടെ തകർന്നു. ഭരണത്തുടർച്ച നൽകിയ ധിക്കാരത്തിനും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ശൈലിക്കും കേരളം നൽകിയ കനത്ത പ്രഹരമായി UDF തരംഗം മാറുന്നു. പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് കേരളം ഒന്നടങ്കം കൈപ്പത്തിക്കും കോണിപ്പടിക്കും വോട്ട് ചെയ്തപ്പോൾ തകർന്നടിഞ്ഞത് LDF-ന്റെ ഉരുക്കുകോട്ടകളാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ അസാധാരണമായ ഏകീകരണമാണ് LDF-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. സർക്കാരിന്റെ ഇരട്ടത്താപ്പുകളിൽ പ്രതിഷേധിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDF-ന് പിന്നിൽ അണിനിരന്നു. ഒപ്പം വിശ്വാസികളെ മുറിപ്പെടുത്തിയ ശബരിമല വിവാദം വീണ്ടും ആളിക്കത്തിയത് ഹൈന്ദവ വോട്ടുകളിലും വിള്ളലുണ്ടാക്കി. ആചാര സംരക്ഷണത്തിനായി പ്രതിപക്ഷം നടത്തിയ പോരാട്ടങ്ങളെ ജനം നെഞ്ചേറ്റിയെന്ന് ബലം വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ ഹൃദയഭൂമിയായ കണ്ണൂരിൽ പോലും വോട്ട് വിഹിതത്തിലുണ്ടായ വൻ ഇടിവ് CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ടുകൾ UDF പെട്ടിയിലായത് ഭരണത്തോടുള്ള കടുത്ത രോഷമാണ് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സാധാരണക്കാരെ സർക്കാരിൽ നിന്ന് അകറ്റി. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ വീട്ടമ്മമാരും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതിനാൽ വലഞ്ഞ കർഷകരും മാറ്റത്തിന് വോട്ട് ചെയ്തു. യുവജനങ്ങളെ വഞ്ചിച്ച PSC നിയമന വിവാദങ്ങളും പിൻവാതിൽ നിയമനങ്ങളും സർക്കാരിന് തിരിച്ചടിയായി. CPM ആവിഷ്കരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം അമ്പേ പാളിയപ്പോൾ UDF-ന്റെ ചിട്ടയായ പ്രവർത്തനം ബലം കണ്ടു. അഴിമതിയും ധൂർത്തും പ്രധാന ചർച്ചാവിഷയമാക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെയുള്ള വിധിയെഴുത്തുകൂടിയായി ഇത് മാറി. UDF നേതൃത്വത്തിന്റെ ഐക്യവും രാഹുൽ ഗാന്ധിയുടെ സ്വാധീനവും വിജയത്തിന് ആക്കം കൂട്ടി. LDF അമിത ആത്മവിശ്വാസത്തോടെയും ഏകപക്ഷീയമായും എടുത്ത തീരുമാനങ്ങൾ പാർട്ടിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നയിച്ചു. UDF ക്യാമ്പുകളിൽ ആവേശമിരമ്പുമ്പോൾ CPM കേന്ദ്രങ്ങളിൽ ശ്മശാനമൂകതയാണ്. ഭരണത്തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ മറന്നവർക്കുള്ള പാഠമായി തെരഞ്ഞെടുപ്പ് ഫലം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ഇനി ഭരണമാറ്റത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആഞ്ഞുവീശിയ UDF തരംഗത്തിലും കുന്നംകുളം നിലനിർത്തി LDF. ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞെങ്കിലും LDF-നായി മത്സരിച്ച AC മൊയ്തീൻ ഹാട്രിക് വിജയത്തോടെ 4563 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF-ന്റെ PT അജയ് മോഹനെ പരാജയപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,631 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു മൊയ്തീൻ കുന്നംകുളത്ത് ജയിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ AC മൊയ്തീൻ 69,522 വോട്ടുകൾ നേടിയപ്പോൾ PT അജയ് മോഹന് 64,959 വോട്ടും മൂന്നാം സ്ഥാനത്തായ NDA സ്ഥാനാർത്ഥി BJP-യുടെ KR റെജിലിന് 17,104 വോട്ടും ലഭിച്ചു. സഹകരണ മേഖലയിലെ കരുത്തും മണ്ഡലത്തിലെ സുസമ്മതനായ വ്യക്തിത്വവും മൊയ്തീന് തുണയായി. NDA സഖ്യത്തിൽ മത്സരിച്ച BDJS-ന്റെ KR റെജിൽ നേടിയ 17,104 വോട്ടും LDF വിജയത്തിൽ നിർണായകമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ K രാധാകൃഷ്ണൻ വിജയിച്ചപ്പോൾ കുന്നംകുളം നിയമസഭാ മണ്ഡലപരിധിയിൽ 20,111 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നപ്പോൾ ഇത്തവണ ഭൂരിപക്ഷം 4,563 കുറഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP വിജയം കുന്നംകുളത്തെ വോട്ടർമാരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നത് LDF-ന് ആശങ്കയായിരുന്നുവെങ്കിലും UDF തരംഗത്തിനിടയിലും മണ്ഡലം നിലനിർത്താനായത് LDF-ന് ഒടുവിൽ ആശ്വാസമായി. കുന്നംകുളം നഗരസഭയും ചൊവ്വന്നൂർ, എരുമപ്പെട്ടി, കടങ്ങോട്, കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, വേലൂർ എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് കുന്നംകുളം മണ്ഡലം. 2006 മുതൽ തുടർച്ചയായി 2 പതിറ്റാണ്ടായി LDF-ആണ് കുന്നംകുളത്ത് ജയിച്ചു വരുന്നത്. തൃശൂർ ജില്ലയിൽ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പോയ പരിശോധനയ്ക്ക് ഇപ്പോൾ സമയമില്ലല്ലോ. പക്ഷേ പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവ്, ഇതിനേക്കാൾ കൂടുതൽ വിജയം ഉണ്ടാകാമായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിക്കും. ഈ തെരഞ്ഞെടുപ്പിലിപ്പോൾ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി ഞങ്ങളെ വിജയിപ്പിച്ച വോട്ടർമാരോട് ആദ്യമേ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ച, ഞങ്ങളോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ, വിവിധ ഇനത്തിൽ ഞങ്ങളെ വിവിധ തലത്തിലൊക്കെ സഹായിച്ച ആളുകളുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ UDF-ന് മേൽക്കൈ ഉണ്ടായി. ആ വിജയം ഞങ്ങൾ അംഗീകരിക്കുക. പക്ഷേ ആ വിജയത്തിൻ്റെ പുറകിലുള്ള വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ കുന്നംകുളത്തെ അനുഭവമുണ്ട്. കൊടുങ്ങല്ലൂരിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
ആ വോട്ട് കച്ചവടത്തിന് വേണ്ടി പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്തുകയും BJPയുമായി ധാരണയുണ്ടാക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് 2 എണ്ണമാണ്. കുന്നംകുളത്ത് കഴിഞ്ഞ 27,000 വോട്ട് കിട്ടിയതിപ്പോൾ 17,000 ചുരുങ്ങി. BJPക്കാർ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല, ആ വോട്ട് അപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരും ഇതേ പാറ്റേൺ കാണാം. ഞാൻ ചാവക്കാട് മറ്റു സ്ഥലങ്ങളും അങ്ങനെ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഏതാനും സീറ്റിന് വേണ്ടി 10 വർഷക്കാലം ഭരണത്തിലില്ല എന്നുള്ളതിൻ്റെ പേരിൽ അധികാരത്തിൽ വരാൻ വേണ്ടി രാജ്യത്ത് മതേതരത്വം തകർക്കുന്ന കക്ഷികളുമായി ഗാന്ധി ഘാതകരുമായി പോലും കൂട്ടുകൂടാൻ മടിയില്ലാത്തവരായി കേരളത്തിലെ UDF സേന മാറിയിരിക്കുന്നു. അതിൻ്റെ കൂടെ ലീഗും ഉണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്കുള്ള 2016-ൽ AC മൊയ്തീൻ വിജയിച്ച് മന്ത്രിയായി. 2021-ലെ തെരഞ്ഞെടുപ്പിലും AC മൊയ്തീൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്വാധീനം ശക്തമായി. 2021-ലെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ AC മൊയ്തീൻ 75,532 വോട്ടുകൾ നേടി ജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ K ജയശങ്കർ 48,901 വോട്ടുകളാണ് നേടിയത്. NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ 27,833 വോട്ടുകൾ നേടി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF തരംഗത്തിനിടയിലും മണലൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ TN പ്രതാപന് തോൽവി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ LDF സ്ഥാനാർത്ഥി CPMന്റെ C രവീന്ദ്രനാഥ് 122 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. തൃശൂർ ജില്ലയിലെ തൃശൂർ താലൂക്കിലെ അരിമ്പൂർ, മണലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തലപ്പള്ളി താലൂക്കിലെ ചൂണ്ടൽ, കണ്ടാണശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചാവക്കാട് താലൂക്കിലെ എളവള്ളി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി, പാവർട്ടി, ഗുരുവായൂർ നഗരസഭയിലെ പഴയ തൈക്കാട് ഗ്രാമപഞ്ചായത്ത്, വെങ്കിടങ്ങ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് മണലൂർ നിയമസഭാ മണ്ഡലം. 10 വർഷമായി ഇടതുപക്ഷം അടക്കിവാണിരുന്ന മണ്ഡലമായിരുന്നു മണലൂർ. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2000-ന്റെ തുടക്കത്തിലും PM മാധവൻ, VM സുധീരൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിരുന്നു. എന്നാൽ മുരളി പെരുന്നെല്ലിയുടെ നേതൃത്വത്തിൽ CPM കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇവിടെ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ മുരളി പെരുന്നെല്ലി 78,337 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. UDFനു വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ വിജയ് ഹരി 48,461 വോട്ടുകളാണ് നേടിയത്. BJP NDA സ്ഥാനാർത്ഥിയായിരുന്ന AN രാധാകൃഷ്ണൻ 36,566 വോട്ടുകളും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു. ശക്തമായ മത്സരത്തിനൊടുവിൽ 1998 വോട്ടുകൾക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലം LDF നിലനിർത്തി. സിറ്റിംഗ് MLA കൂടിയായ CPMലെ NK അക്ബർ UDFലെ CH റഷീദുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് വിജയിച്ചത്. വോട്ടെണ്ണൽ തുടങ്ങി പല ഘട്ടങ്ങളിലും ലീഡ് നിലമാറി മറഞ്ഞുവന്നു. അവസാന റൗണ്ടിലാണ് LDF വിജയിച്ചത്. ഇതോടെ NK അക്ബർ മണ്ഡലത്തിൽ തുടർച്ചയായ 2ാം വിജയവും LDFന്റെ തുടർച്ചയായ 5ാം വിജയവുമാണ് സ്വന്തമാക്കിയത്. ഈ വിജയം അഭിമാനകരമായ വിജയമാണ്. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പിനെ പക്ഷക്ക് വർഗീയവൽക്കരിക്കാൻ വേണ്ടി അവിടെ ഭൂരിപക്ഷ വർഗീയത വിസർജിച്ച ആളുകളുണ്ട്. അതിനോടുള്ള മതേതര ഗുരുവായൂരിൻ്റെ ശക്തമായ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. മറ്റു പല സ്ഥലങ്ങളിലും മുസ്ലിം ധ്രുവീകരണവും വർഗീയതയും ഒക്കെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അത് ഗുരുവായൂരിൽ വിജയിച്ചില്ല. അത് മതേതര ഗുരുവായൂരിൻ്റെ വിജയമായിട്ട് കാണുകയാണ്. തൃശ്ശൂർ ജില്ലയിലും മികച്ച വിജയം ഈ തള്ളിച്ചക്കിടയിലും ഞങ്ങൾക്കുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇത്രയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായത് എന്നുള്ള കാര്യം മുന്നണിയും പാർട്ടിയും പരിശോധിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആളുകളുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, പ്രബുദ്ധരായ വോട്ടർമാരുണ്ട്. അവരോടെല്ലാമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ഹാട്രിക് വിജയം നേടി LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കുറച്ചുവെങ്കിലും മുഹസിൻ വിജയം ആവർത്തിക്കുകയായിരുന്നു. പട്ടാമ്പിക്കാർക്ക് നൽകിയ സ്നേഹം അവർ തിരിച്ചു നൽകിയെന്നായിരുന്നു മുഹമ്മദ് മുഹസിന്റെ ആദ്യ പ്രതികരണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ UDF തരംഗം അലയടിച്ചപ്പോഴും പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 3ാം തവണയും വിജയം ആവർത്തിച്ചു. 9,442 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മുഹമ്മദ് മുഹസിന്റെ 3ാം വിജയം.
ആകെ പോൾ ചെയ്ത 1,67,452 വോട്ടിൽ 80,062 വോട്ടാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി TP ഷാജിക്ക് 70,620 വോട്ടും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജിന് 15,282 വോട്ടും ലഭിച്ചു. SDPI സ്ഥാനാർത്ഥി SP അമീർ അലിക്ക് 2,582 വോട്ടാണ് ലഭിച്ചത്. നോട്ടയ്ക്ക് 5,208 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഹാരിസ് ബാബുവിന് 104 വോട്ടും ഷാജി മോന് 86 വോട്ടും MK മുഹമ്മദ് മുഹസിന് 152 വോട്ടും ലഭിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു ലീഡ് നിലനിർത്തിയിരുന്നത്. എന്നാൽ 5ാം റൗണ്ടിലാണ് LDFന്റെ ലീഡ് തുടങ്ങിയത്. പിന്നീട് മുഹമ്മദ് മുഹസിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 15 റൗണ്ട് വരെയും ലീഡ് ഉയർത്തിപ്പോരുന്ന കാഴ്ചയാണ് കാണാനായത്. പട്ടാമ്പിക്കാർക്ക് നൽകിയ സ്നേഹം അവർ തിരിച്ചു നൽകിയെന്നായിരുന്നു മുഹമ്മദ് മുഹസിന്റെ ആദ്യ പ്രതികരണം. കുഞ്ഞിനെ അമ്മ ഏറ്റെടുക്കുന്നത് പോലെ കൈക്കുമ്പിളിൽ ഏറ്റെടുക്കുമെന്ന്, നെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന് അത് സംഭവിച്ചു. പട്ടാമ്പിയിലെ എന്റെ നാട്ടിലെ ഓരോ ആളുകൾക്കും, ഈ പ്രദേശത്തെ ആളുകൾക്ക് നൽകിയ സ്നേഹം അതുപോലെ തന്നെ അത് തിരിച്ചു നൽകിയിരിക്കുകയാണ്. ഒരു വലിയ തരംഗം ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കുക മാത്രമല്ല, പണാധിപത്യത്തിനെതിരായി ശക്തമായിട്ടുള്ള ഒരു വിധിയെഴുത്തു കൂടിയാണ് പട്ടാമ്പിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. പട്ടാമ്പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക്, പട്ടാമ്പിയിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇനിയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനുണ്ടാകും. അതിനവസരം നൽകിയ ആളുകൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആളുകളോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആഹ്ലാദ ആരവങ്ങളും ഉയർന്നു. വാശിയേറിയ പോരാട്ടമായിരുന്നു ഇത്തവണ പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നത്. UDFന് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചോളം ഹാട്രിക് വിജയം നേടി LDF മണ്ഡലം അരക്കിട്ടുറപ്പിച്ചു. തീപാറും പോരാട്ടത്തിനൊടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തൃത്താല നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാമിന് മിന്നും വിജയം. 8,385 വോട്ടുകൾക്കാണ് ബൽറാം മണ്ഡലം തിരിച്ചുപിടിച്ചത്. പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിൽ 16 റൗണ്ടുകളിലായി നടന്ന EVM വോട്ടെണ്ണലും തപാൽ വോട്ടുകളും ചേർന്ന അന്തിമ ഫലത്തിൽ ബൽറാം 76,427 വോട്ടുകൾ നേടിയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. 47.12% വോട്ടുകളാണ് ബൽറാമിന് നേടാനായത്. LDF സ്ഥാനാർത്ഥി MB രാജേഷ് 68,042 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. 41.95% MB രാജേഷിന്റെ വോട്ട് നില. BJP സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ 15,051 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തെത്തി. SDPയുടെ ഷഹീർ ചാലിപ്രം 1,746 വോട്ടുകളും BSP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കീർത്തി ജയാനന്ദൻ 188 വോട്ടുകൾ നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ വോട്ടുകളാണ് ലഭിച്ചത്. അതേസമയം നോട്ട 409 വോട്ടുകൾ ലഭിച്ചു. ആകെ 1,62,186 വോട്ടുകൾ രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അവസാനിച്ചതോടെ ഫലം വ്യക്തമായിരുന്നു. ആദ്യ റൗണ്ടുകളിൽ തന്നെ ലീഡ് നേടിയ ബൽറാം പിന്നീട് അത് നിലനിർത്തി വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. വിജയ വാർത്ത പുറത്തുവന്നതോടെ UDF പ്രവർത്തകർ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങളെപ്പറ്റി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും പ്രതികരിച്ചു. ഒരു മിനിറ്റ് മുമ്പ് ഞാൻ കപ്പൂർ പഞ്ചായത്തിലെ അമേഠി 38-ാം ബൂത്തിൽ BJP അവിടെ BJP ആയിട്ടൊരു ഡീലുണ്ടെന്നുള്ളത് ഒരിക്കലും കേരളത്തിൽ എന്നെ അറിയാവുന്ന UDFന് അറിയാവുന്ന ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും നമ്മൾ ചില ഐഡിയോളജിയോടുള്ള ഡിഫറൻസാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഞാൻ വെച്ച് പുലർത്തിയിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ BJP-യുമായിട്ടോ SDP-യുമായിട്ടോ PDP-യുമായിട്ടോ ഒരു കൂട്ടുകെട്ടുമില്ലാതെ ആധികാരികമായിട്ടൊരു വിജയം UDF-ന് തൃത്താലയിലും കേരളത്തിലും നേടാൻ സാധിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം LDF സ്ഥാനാർത്ഥി SDP കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. PDP പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. RSSൻ്റെ വോട്ടും സ്വാഭാവികമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ അവർക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ പക്ഷേ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDF-ന് ഇത്തവണ. അല്ല, തെരഞ്ഞെടുപ്പ് പരാജയപ്പെടും തൃത്താലയിൽ എന്നുള്ളത് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പൊ വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങളുണ്ടാവും. അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ അടയാളങ്ങൾ തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പോൾ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. ജനവിധിയാണല്ലോ, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. സംസ്ഥാനത്താകെയുള്ള ഒരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്താകെ ഉണ്ടാവുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഇഞ്ചിനിഞ്ച് പോരാട്ടം നടന്ന തൃത്താലയിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോവില്ല. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, തെരുവിൽ സമരമുഖത്തുണ്ടാവും. അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ തന്നെ കാണണ്ട. ഞാൻ എൻ്റെ എല്ലാ വിശദാംശവും മനസ്സിലാക്കിയിട്ടില്ല. അത് പിന്നീട് വിശകലനം ചെയ്യേണ്ടതാണ്. ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ഷനിൽ കിറ്റ് കൊടുത്ത്, സാരി കൊടുത്ത്, മദ്യം കൊടുത്ത്, ഗൂഗിൾ പേ ചെയ്ത് പണം കൊടുത്ത്, പണത്തിൻ്റെ സ്വാധീനത്തിൽ പാവപ്പെട്ടവരായവരെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതിനുള്ള ചൊട്ട മറുപടിയാണ് തൃശ്ശൂർ ജനത നൽകിയത്. BJP 3-ാം സ്ഥാനം പോവും, BJP ആയിട്ടല്ല മത്സരം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങളോട് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഞാൻ BJP ആയിട്ടല്ല, LDF ആയിട്ടാണ് സ്വാഭാവികമായിട്ട് മത്സരമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിനോട് കാണിച്ച നന്ദികേടിൻ്റെ ഒരു ലീഡ് കൂടിയാണ്. തൃശ്ശൂരിനോട് കാണിച്ച നന്ദികേടും തന്നെ പറയാം. കൊടുത്ത മറുപടിയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഗോപി വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ വിജയിപ്പിച്ചു. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് സുരേഷ് ഗോപി വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അത്രയ്ക്കും തൃശ്ശൂരിനെ അവോയ്ഡ് ചെയ്തു, ജനങ്ങൾ ഒഴിവാക്കി. UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം സംസ്ഥാനത്തുള്ള പോലെ തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുമുണ്ട്. മാത്രമല്ല, ഞാൻ മേയറായി ഇപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങൾ ഓർക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാവരോടും, വോട്ടർമാരോടും സുഹൃത്തുക്കളോടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. തുടർന്നുള്ള കാലഘട്ടത്തിലും ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെ സഹായവും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. തൃശ്ശൂർ ജില്ലയിൽ അഭിമാനകരമായ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 13-ൽ 9 സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. UDF വർഗീയ ശക്തികളുടെ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതയുടെ ഭാഗമായി കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി മതനിരപേക്ഷ മൂല്യങ്ങളെ ബലി കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയതെന്ന് പ്രാഥമികമായി പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ആധുനിക കേരളത്തിന് തുടക്കമിട്ട, അതിനടിത്തറയിട്ട ഗവൺമെൻറ് എന്നുള്ളതാവും പിണറായി സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുക എന്ന് ഞാൻ കരുതുന്നു. ആ ഗവൺമെൻറ് സഹായത്തോടുകൂടി കുന്നംകുളത്തിൻ്റെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ലപോലെ നടന്നിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും നല്ല ഇടപെടലുണ്ടാകും. അതിനുവേണ്ടി എല്ലാവരുടെ സഹായങ്ങൾ ഉണ്ടാകണം. ജനങ്ങൾ UDF-ന് സമ്മാനിച്ച ഈ വിജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരം ഈ LDF
പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ജനങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലമായി ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് ജനങ്ങൾ അനുഭവിച്ചത്, നേരിട്ട് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് അഴിമതിയാണെങ്കിലും ആരോഗ്യ മേഖലയുടെ തകർച്ചയാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ ഒരു മറുപടിയാണ് ജനം നൽകിയത്. കോൺഗ്രസിനുള്ള സമ്മാനമാണ്, UDFനുള്ള സമ്മാനമാണ്. ഇന്നലെ തന്നെ ആഘോഷം തുടങ്ങിയവരാണ് മഹിളാവ്. ഇന്നത്തെ ആഘോഷം എങ്ങനെയായിരിക്കും? ഞങ്ങൾ മൂന്നാറിലെ ആഘോഷം തുടങ്ങിയത്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കേരള ജനത ഈ വിധിയാണ് എഴുതാൻ പോകുന്നത്. 2001 മുതൽ 50 സീറ്റ് തോറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിലത്തെ ചില സീറ്റുകളിൽ തോൽവി വരാൻ പോകുന്നുണ്ട്. ഇതൊരു അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇടതു കോട്ടകളും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണുന്നു. നമ്മുടെ കേരള വോട്ടേഴ്സ് ഭയങ്കര ബുദ്ധിജീവികൾ, അവർക്ക് നല്ലോണം അറിയാം. അവര് പറയണത് ഞങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടില്ലേ, അദ്ദേഹത്തെ വോട്ട് കൊടുത്താൽ ഈ ദുർഭരണം തുടരുമോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കില്ല. അങ്ങനെ ചില പോപ്പുലറായിരിക്കുന്ന മന്ത്രിമാരും LDF സ്ഥാനാർത്ഥികളും പുറകെയാണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്ദേശം ഇതുതന്നെയാണ്. ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഈ ഭരണത്തിനെ മാറ്റണം എന്നാണ് അവർ ആഗ്രഹം. ഇതൊരു വോട്ട് ഭരണമാറ്റത്തിന് തന്നെയാണ്. ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് പുതിയ വികസനവും പുതിയ രീതിയിൽ ഭരണം കാണാനാണ് ജനങ്ങൾ അതൊക്കെ നമ്മൾ മറ്റന്നാളൊക്കെ നോക്കാം. നിലപാടെടുത്തു. അതിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വരണം എന്ന നിലപാടെടുത്തു. അതിൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 3 സീറ്റ് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി 2ആയി നിന്ന് ഒന്നിച്ചപ്പോൾ ആകെ 3 MLA-മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 3 MLA-യും ഒരു MP-യും പാർട്ടിക്കുണ്ടാകും എന്നാണ് ഞാൻ കാണുന്നതിന്. അതിൻ്റെ സൂചന കോർപ്പറേഷനിൽ നിന്ന് തന്നെ കിട്ടിയില്ലായിരുന്നോ? ജനങ്ങളെ മറന്നുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ ABCD എന്താണെന്നറിയാൻ വയ്യാത്ത നിലയിലേക്കുള്ള ധിക്കാരവും ധാർഷ്ട്യവുമായി പോയതിൻ്റെ തിരിച്ചടിയാണ് ഈ മേഖലയിലൊക്കെ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഞാൻ അകത്ത് നിന്നുകൊണ്ട് വിശദമായ കണക്ക് എനിക്കറിയില്ല. എല്ലായിടത്തും, കാരണം ഒരു വികാരം വന്നാൽ എല്ലായിടത്തും വരുമല്ലോ, ചാത്തന്നൂർ മാത്രം വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ നിലയിലേക്കുള്ള ജനങ്ങൾ ഗവൺമെന്റിനെ വെറുത്തിട്ട് നടത്തിയ വിധിയെഴുത്താണ്. ധർമ്മടത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിന്റെ പൊതുമനസ്സിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ തുടക്കം മുതൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു ധർമ്മടം പിടിക്കും, ധർമ്മടം ജയിക്കും. പക്ഷേ അത് ഏറ്റുപറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് പ്രചരണം നയിക്കേണ്ടി വന്നു ഇവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകർക്കും. 5 റൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1,00,000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം ലീഡ് കിട്ടേണ്ടിടത്താണ് ഇപ്പോഴും 5 റൗണ്ടിൽ 1 റൗണ്ടിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡ് കിട്ടാതെ പോകുന്നത്. ഇത് വിജയിച്ചതിന് തുല്യമാണ്. ഇനി ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളിടത്ത്, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളത്, ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വീട് കയറാൻ പറ്റിയെടുത്ത്, ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയെടുത്ത്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പര്യടനം നടത്താൻ പറ്റിയെടുത്ത് മുഴുവൻ ഇതാ കേരളത്തിലെ ലോകത്തിന്റെ മുഴുവൻ മലയാളികളുടെ മുന്നിലും അഭിമാനത്തോടു കൂടി പറയാണ് UDF-ന് വേണ്ടി UDF-ന്റെ പ്രവർത്തകർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി പിണറായി വിജയന്റെ പരാജയമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, 3 പഞ്ചായത്തുകൾ UDF ചരിത്രത്തിൽ ഒരിക്കലും, പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ് ചെമ്പിലോട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കൂടെ ശക്തമായി നിന്ന പഞ്ചായത്താണ് അഞ്ചരക്കണ്ടി. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്. നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറയിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബൂത്തിന്റെ വീടിരിക്കുന്ന പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി എണ്ണേണ്ടത് പെരളശ്ശേരിയാണ്, ഇനി എണ്ണേണ്ടത് ധർമ്മടമാണ്, ഇനി എണ്ണേണ്ടത് പിണറായി പഞ്ചായത്താണ്. ഞങ്ങളെ ബൂത്തിൽ ഇരുത്താൻ സമ്മതിക്കാത്ത പ്രദേശങ്ങൾ, ഞങ്ങളെ ബൂത്തിൽ നിന്ന് ആട്ടി ഓടിച്ച പ്രദേശങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരുടെ എന്റെ ബോർഡുകൾ, എന്റെ പ്രചരണ ബോർഡുകൾ, എന്റെ പോസ്റ്ററുകൾ വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എന്റെ പര്യടനം തടഞ്ഞ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്കാണ് എനിക്ക് കടന്നു പോകേണ്ടത്. അവസാന ദിവസം 6 ദിവസവും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു, 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 40 കോടി രൂപയാണ്. വേടന്റെ പരിപാടി ഉൾപ്പെടെ കണ്ടു, എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 കോടിയോളം രൂപ അവസാനത്തെ 6 ദിവസവും സാമ്പത്തികം അതുപോലെ ഒഴുക്കിയിട്ടും ഇനി ഈ ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ധർമ്മടത്ത് രാഷ്ട്രീയപരമായി UDF വിജയിച്ചു കഴിഞ്ഞു. തളിപ്പറമ്പിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാറേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 5 വർഷക്കാലം
അതുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പെരളശ്ശേരിയും ധർമ്മടവും പിണറായിയും കടന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുക്കണം. കേരളത്തിലെ നല്ലൊരു ഭൂരിപക്ഷം നൽകി അവർ ജനങ്ങൾ ജയിപ്പിച്ചു. ഇവിടെ കടന്നു വന്ന് എന്നോടൊപ്പം ജനങ്ങളുടെ വികാരം പങ്കുവെച്ച, ജനങ്ങളോട് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച രാഹുൽ ഗാന്ധിക്ക് നന്ദി. എന്റെ നേതാവ് KC വേണുഗോപാൽ, അദ്ദേഹം ഇവിടെ വന്ന് എന്നോടൊപ്പം സൈക്കിൾ ചവിട്ടി, അദ്ദേഹത്തിന് നന്ദി. രാഷ്ട്രീയം ഇവിടെ അവസാനിച്ചു. പുതുപ്പള്ളിയുടെ കേരളത്തിന്റെ വികസനമാണ് എന്റെ ലക്ഷ്യം. അല്ല, ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ കരുതല്, ജനങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എന്റെ ജീവിതം കൊണ്ട് ഞാൻ മറുപടി പറയും. ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. 14ാമത്തെ വിജയമാണ് ഉമ്മൻചാണ്ടിയുടെ. ആ വിജയത്തിന്റെ നാന്ദിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലും ഉമ്മൻചാണ്ടി തരംഗമാണ്. 5 വർഷത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും 10 വർഷത്തെ ഇടതുപക്ഷവും തമ്മിൽ കമ്പയർ ചെയ്തു. ജനസമ്പർക്ക പരിപാടിയുള്ള അടക്കമുള്ള പരിപാടി നടത്തി. അതാണ് UDF. നവകേരള സദസ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു. ജനം തിരിച്ചറിഞ്ഞു. ഉമ്മൻചാണ്ടി തരംഗം. പെരുമ്പിലാവ് അക്കിക്കവ് കടങ്ങോട് പാതയിലെ പുത്തൻകുളം സെന്ററിൽ കാർ അപകടം. തിങ്കളാഴ്ച പുലർച്ചെ 12:45 നിയന്ത്രണം വിട്ട കാർ പുത്തൻകുളത്തെ ഇടറോഡിലേക്ക് ഇടിച്ചു കയറുകയും സമീപത്തെ 2 കടമുറികളുടെ ഷട്ടർ ഇടിച്ച് തകർക്കുകയും ചെയ്തു. കാർ ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂരിൽ നിന്നും ചങ്ങരംകുളത്തേക്ക് പോവുകയായിരുന്ന തൃശൂരിലെ ഊബർ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ തുടർച്ചയായി 3ാമത്തെ വാഹന അപകടമാണിത്. റോഡ് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി നാട്ടുകാർ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ ധൃതി പിടിച്ചുള്ള റോഡ് പണി പൂർത്തിയാക്കിയതാണ് മേഖലയിലെ സ്ഥിരം അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടുങ്ങിയ റോഡാണെന്ന സൂചനാ ബോർഡോ വാഹനങ്ങൾ വേഗത കുറച്ചു പോകണമെന്ന ബോർഡോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. റോഡ് ശാസ്ത്രീയമായി പണിത് മേഖലയിലെ നിരന്തരമായ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ അധികാരികളോട് ആവശ്യപ്പെട്ടു. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് KBF YMCA TT പൈലുണ്ണി മെമ്മോറിയൽ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ 1 മാസത്തോളമായി നടത്തിവന്ന 25ാമത് ഉക്രുമാസ്റ്റർ ഫൗണ്ടേഷൻ സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആവേശകരമായി സമാപിച്ചു. കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 8 മണിക്കാണ് അപകടം. അഞ്ഞൂർ താഴത്തേയിൽ വീട്ടിൽ സന്തോഷിന്റെ മകൻ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇയാളെ നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.